ലീഗിനും കോൺഗ്രസിനുമെതിരെ വിമർശനം തുടർന്ന് സമസ്ത. പൗരത്വ നിയമം നടപ്പാക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നത് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ലീഗ് കണക്കിലെടുക്കണം എന്ന് ഉമർ ഫൈസി മുക്കം. സ്വസ്ഥമായി ജീവിക്കാൻ പോരാട്ടം നടത്തുന്ന സമയത്തെ നേതാക്കളുടെ കൂടുമാറ്റം വേദനിപ്പിക്കും. ഒരു പ്രത്യേക രാഷ്ട്രീയത്തെ ആശ്രയിച്ച് നിൽക്കുന്ന സംവിധാനമല്ല സമസ്തയെന്നും ഉമർ ഫൈസി മുക്കം 24-നോട് പറഞ്ഞു. ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയത്തെ ആസ്വദിച്ചോ സ്വാധീനിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ കീഴിലോ നിൽക്കുന്ന ഒരു സംവിധാനമല്ല സമസ്തയുടേത്. അതിൻ്റെ പത്രത്തിൻ്റെതും അങ്ങനെ തന്നെയാണ്. CA കൊണ്ടുവന്നപ്പം CA ഇപ്പം നടപ്പാക്കി ചില സംസ്ഥാനത്തിലൊക്കെ അതിനെ ഇവിടെ നടത്തില്ല എന്ന് ധൈര്യത്തോടെ നെഞ്ഞോക്കോടുകൂടെ പറഞ്ഞത് ഈ കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയാണ്. കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന ലീഗും കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് കണക്കിലെടുക്കേണ്ട ഇത്തരം സംഗതികളാണ്. ഈ അവസരത്തിൽ ഈ കളി കളിച്ചാൽ, ഈ കൂറുമാറ്റം കളിച്ചാൽ ആരെയും വേദനിപ്പിക്കും. അത് ശബ്ദിക്കേണ്ടതാണ്, പറയേണ്ടതാണ്. അത് മാത്രമാണ് സുപ്രഭാതം ചെയ്തിരിക്കുന്നത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, എന്തൊക്കെയാണ് ഉമർ ഫൈസി മുക്കം പറയുന്നത്? വേണു ബാലകൃഷ്ണൻ, ഉമ്മർ ഫൈസി മുക്കം കൃത്യമായ രാഷ്ട്രീയമാണ് പറയുന്നത്. കാരണം ഇന്നലെ സുപ്രഭാതം ദിനപത്രം സമസ്തയുടെ മുഖപത്രത്തിൻ്റെ മുഖപ്രസംഗത്തിൽ കോൺഗ്രസിനെ വിമർശിച്ചിരുന്നു. അതിൽ കൂടുമാറ്റം, പേടിപ്പെടുത്തുന്ന കൂടുമാറ്റത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. എന്നാൽ അതിനെ സാധൂകരിച്ചുകൊണ്ട് അത് സമസ്തയുടെ നിലപാടാണെന്ന് അടിവരയിടുന്നതാണ് ഉമ്മർ ഫൈസി മുക്കം പറഞ്ഞത്. അത് കോൺഗ്രസിനെ വിമർശിക്കലല്ല, ചില യാഥാർത്ഥ്യങ്ങൾ പറയലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഈ രാജ്യം തന്നെ ഒരു വലിയ പ്രതിസന്ധിയിൽ, അതായത് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന സൂചന നൽകി. അത്തരമൊരു ഘട്ടത്തിൽ കൂടുമാറ്റം എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. മറ്റൊരു കാര്യം അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞത്, CAA നടപ്പാക്കാൻ പല സംസ്ഥാനങ്ങളും തയ്യാറാകുമ്പോൾ അത് നടപ്പാക്കില്ലെന്ന് ചങ്കുറപ്പോടെ പറഞ്ഞത് ഇടതു മുന്നണിയാണ്. അത് രാഷ്ട്രീയം പറയൽ തന്നെയാണ്. അത് മനസ്സിലാക്കാൻ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ലീഗിന് കഴിയണം, ലീഗ് കണക്കിലെടുക്കണമെന്നതാണ്. അതായത് കോൺഗ്രസിന് വേണ്ടി ലീഗ് വളരെ കൃത്യമായി ഇടപെടുമ്പോൾ ഇങ്ങനെ ചില മുന്നറിയിപ്പുകളുണ്ട്, ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലാണ് സമസ്ത നടത്തിയത്. നമുക്കറിയാം, സമസ്തയുടെ ചരിത്രം പരിശോധിച്ചാൽ എക്കാലത്തും ലീഗിനൊപ്പം അടിയുറച്ചു നിന്നു. UDFനെ വിജയിപ്പിക്കുന്നതിൽ സമസ്തയ്ക്ക് നിർണായകമായ പങ്കുമുണ്ട്. പക്ഷേ എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ സമസ്തയുടെ മുഖപ്രസംഗങ്ങളുടെ തന്നെ കണക്കിലെടുക്കുമ്പോൾ, സമസ്ത നേതാക്കൾ ജഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങൾ നോക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ കൃത്യമായ ചില മുന്നറിയിപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്തുന്നു. ഒരുപക്ഷെ അത് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ മുന്നറിയിപ്പുകൾ അത് UDFനും ലീഗിനുമുള്ള കൃത്യമായ മുന്നറിയിപ്പാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. വേണു ബാലകൃഷ്ണൻ. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് ചേർന്നത്.